24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും പഞ്ചസാരയ്ക്ക് കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനാണ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. പക്ഷേ ഇതിനെതിരെ ചില കമ്പനികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് NIH. 13 വർഷത്തിനു ശേഷമാണ് NIH മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കുന്നത്. ശീതളപാനീയങ്ങൾ, ജ്യൂസുകൾ, ബിസ്ക്കറ്റുകൾ, ഐസ്ക്രീം തുടങ്ങിയവയ്ക്കൊക്കെ മാർഗനിർദ്ദേശം ബാധകമാകും. കർശനമായി നടപ്പാക്കിയാൽ വിപണിയിലുള്ള മിക്കവാറും ഉൽപ്പന്നങ്ങളുടെയും ചേരുവകളിൽ മാറ്റം വരുത്തേണ്ടിവരും. ഉയർന്ന തോതിൽ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പും അടങ്ങിയിട്ടുള്ള പ്രോസസ്ഡ് ഭക്ഷണം കുറയ്ക്കേണ്ടതാണെന്ന അറിവുണ്ടെങ്കിലും ഓരോന്നിന്റെയും കൃത്യമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളിലടക്കം വർദ്ധിച്ചുവരുന്ന പൊണ്ണത്തടിയും പ്രമേഹവും ഉൽപ്പന്നങ്ങളിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കൊണ്ടാണെന്ന് വിമർശനമുയർന്നിരുന്നു. ശിശുക്കൾക്ക് നൽകുന്ന ഫോർമുലകളിൽ വരെ വലിയ തോതിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് ഈ വർഷം വാർത്തയായി. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രകാരം ഖര ഉൽപ്പന്നങ്ങളിൽ ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ 10% വരെ മാത്രമേ പഞ്ചസാരയിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ. പാനീയങ്ങളിൽ ഇത് 30%. നിർദ്ദേശങ്ങൾക്കെതിരെ 10 ദിവസത്തിനുള്ളിൽ കമ്പനികൾ സംയുക്തമായി ICMR-നെ സമീപിക്കുമെന്നാണ് റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.